കഴിഞ്ഞ മാസം അതായത് ജൂലൈ 4-ാം തീയതിയാണ് ഞാൻ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഓഗസ്റ്റ് 10-ാം തീയതി ആയിട്ടുണ്ട്. ഒരു 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു പരിധി വരെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള റീസൺ, ഞാൻ ഇതിൻ്റെ ഇടയിൽ അതായത് ഈ ഒരു 10-ാം തീയതി വരെയിൽ ഇൻറ്റൻഷനലി മധുരം കഴിച്ചത് 3 പ്രാവശ്യമാണ്. ഒന്നാമത്തെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇങ്ങോട്ട് കേക്ക് കൊണ്ടുവന്നു, അതായത് ഈ 30 ദിവസം ആവുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിന് ചെറിയൊരു പീസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെറിയൊരു പീസ് കഴിച്ച്. പിന്നെ ഇന്നലെ മിനിയാന്നുമായിട്ട് ഓഫീസിൽ അസ്നാടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കേക്ക് മുറിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ചെറിയൊരു പീസ് കേക്ക് കഴിച്ചിരുന്നു. പിന്നെ വലിയ രീതിയിൽ ഇൻറ്റൻഷനലി ഇന്ന് കഴിച്ചൊരു മധുരമാണ് പാലട പായസം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മധുരം കഴിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് പോണ ഡയറ്റിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഷുഗർ കട്ടായിരിക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഷുഗർ കട്ടായിരിക്കില്ല. പക്ഷേ കൺട്രോൾഡ് ഷുഗർ കട്ട് ഡയറ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞെങ്കിൽ സാധാരണ കഴിക്കുന്ന മധുരങ്ങളില്ലേ അതൊക്കെ മാക്സിമം ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് എന്ന് പറഞ്ഞാൽ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഭയങ്കര ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് എടുക്കുന്ന ചില ടൈമിൽ ഒരു ലഡു കഴിക്കാനോ ജിലേബി കഴിക്കാനോ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കഴിക്കാം. അല്ലാതെ ഇപ്പം കൊണ്ടുപോയ പോലെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഷുഗർ കട്ട് ഡയറ്റ് കാര്യങ്ങൾ എടുക്കാനായിട്ട് ഞാൻ ഇനി ഉദ്ദേശിക്കണില്ല. അതായത് എന്ന് പറഞ്ഞെങ്കിൽ കമ്പാരിറ്റീവ്ലി സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിലും വളരെ കുറവ് മധുരമായിരിക്കും. അതായത് ഈ ഒരു സ്ട്രിക്റ്റ് ഷുഗർ, അതായത് മന്ത്ലി ട്വൈസോ ആയിരിക്കും ഇനി കഴിക്കാൻ പോണ ഡയറ്റിൽ ഷുഗർ കട്ട് വരാൻ പോണത്. സോ ഈ ഒരു ഷുഗർ കട്ട് ജേണിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെക്കൊണ്ടും പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഷുഗർ കട്ട് ഡയറ്റിലാണ്. സോ നിങ്ങളാരെങ്കിലും ഷുഗർ കട്ട് ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അതിനാൽ ബൈ.